ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അക്കൗണ്ടിങ് ഫോർ ബിഗിനേഴ്സ്. ഇതാണ് നമ്മളുടെ സീരീസിൻ്റെ പേര്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെഫിനിഷൻ തൊട്ടിട്ട് ബാലൻസ് ഷീറ്റ് വരെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അക്കൗണ്ടിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, അതായത് ചിലപ്പം +2 പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. അവർക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിൽ അക്കൗണ്ടിങ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എന്താണ് അക്കൗണ്ടിങ്? എന്താണ് അക്കൗണ്ടിങ് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും, അല്ലേ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലാംഗ്വേജ് ആയിട്ട് പറയാം. എന്താണ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത? ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമുക്ക് ഒരു ആശയവിനിമയം നടത്താൻ നമുക്ക് ഒരു ഭാഷ വേണം. അതിനാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിന് ആ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, നമുക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നതിൽ അതിൻ്റെ ഓണേഴ്സ് ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, ലോൺ കൊടുക്കുന്ന ഫിനാൻസിയേഴ്സ് ഉണ്ടായിരിക്കും, ബാങ്കായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ഉണ്ടായിരിക്കാം. ഇവരൊക്കെ ആയിട്ട് ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ അക്കൗണ്ടിങ്? നമ്മൾ എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ലാംഗ്വേജാണ്. നമുക്ക് നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കാര്യങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ്, അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ അക്കൗണ്ടിങ്? അപ്പോൾ അക്കൗണ്ടിങ് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? അപ്പം നമുക്കറിയാം, ആര് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലാഭമാണോ അതോ നഷ്ടമാണോ? പൊതുവേ നമ്മൾ മലയാളികൾ ചോദിക്കുക, ഇപ്പം എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുക. എന്തിനാണെങ്കിൽ നമുക്കൊരു ഉത്തരമാണ് ഉണ്ടാവാറ്, കുഴപ്പമില്ല, അല്ലേ? നമ്മളൊരു പരീക്ഷേൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉത്തരം എന്തായിരിക്കും? കുഴപ്പമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിച്ചാലും അപ്പോഴും നമ്മൾ പറയും, കുഴപ്പമില്ല. ഇനി അസുഖത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പറയും, കുഴപ്പമില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ നമ്മൾ പറയുന്നത് കുഴപ്പമില്ല എന്നൊരു ഉത്തരം മാത്രമാണ് നമ്മൾ പറയാറ്. പക്ഷേ ബിസിനസ്സിൽ നമുക്കങ്ങനെ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ഉത്തരം മാത്രം നമുക്ക് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മളെ അനുവദിക്കില്ല. അപ്പോൾ അവർക്ക് നമ്മൾ എങ്ങനെ അവരോട് പറയണം? അവരോട് നമുക്ക് കണക്കുകൾ വെച്ചിട്ട്, അതായത് നമ്മളുടെ ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഫിഗേഴ്സ് വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയേണ്ടി വരും? നമുക്ക് ബിസിനസ് നടത്തിയിട്ട് ലാഭമുണ്ടോ അതോ നഷ്ടമാണോ, എത്രത്തോളം ലാഭമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ആസ്തിയായിട്ട്, ദാറ്റ് മീൻസ് അസറ്റായിട്ട് നമ്മുടെ ബിസിനസ്സിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി എന്തൊക്കെയാണ് നമുക്കുള്ളത്. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നത്, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, അതായത് നമ്മൾ ഓപ്പറേഷൻ്റെ റിസൾട്ട്, അതായത് സെയിൽസും നമ്മളുടെ സെയിൽസ് നടത്തിയിട്ടും അതിന്ന് ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന ക്യാഷാണോ, അത് എത്രത്തോളം കിട്ടുന്നുണ്ട്, അത് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇനി അതല്ല നമ്മൾ ലോൺ എടുത്തിട്ടാണോ നമ്മൾ ബിസിനസ് നടത്തുന്നത്,
അതുപോലെ നമ്മൾ വല്ല അസറ്റൊക്കെ വിറ്റിട്ടാണോ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തിയത്, അതായത് ബിസിനസ്സിൻ്റെ അസറ്റ് തന്നെ വിറ്റ് ആ പൈസ വീണ്ടും നമ്മൾ ബിസിനസ്സിന് ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇങ്ങനെ ഈ ക്യാഷ് മൂവ്മെൻറ്റ്സും ഒക്കെ അറിയാൻ ചില കുറച്ച് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അവർക്ക് ലാഭവും നഷ്ടവും മാത്രമല്ല ഒരു പക്ഷേ അറിയേണ്ടി വരാം. അതല്ലെങ്കിൽ അവർക്ക് അസറ്റ് എത്രയാണ് അല്ലെങ്കിൽ ലാബിലിറ്റി എത്രയാണ്, അതായത് എനിക്ക് എന്താണ് ബിസിനസ്, വാട്ട് ഓവ്സ് ആൻഡ് വാട്ട് ഓൺസ് എന്ന് പറയും നമ്മൾ. എന്താണ് നമ്മൾ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സ്വന്തമായിട്ടുള്ളത്, ഓൺസ്. അതിന് കൂടുതൽ അറിയേണ്ട ചില വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ക്യാഷിൻ്റെ കാര്യങ്ങളൂടെ അറിയേണ്ടി വരും. കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിലെത്തുന്ന സമയത്ത് നമുക്ക് എന്തറിയേണ്ടി വരും, ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സും കൂടി അറിയേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ ട്രാൻസാക്ഷൻസ് കൃത്യമായി റെക്കോർഡ് ചെയ്യണം. അത് വേണ്ട പോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പിന്നെ നമ്മളതിന് അക്കൗണ്ടൻസ് ഡെഫിനിഷനിൽ പറയുന്ന പോലെ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാലേ നമുക്ക് ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് നമ്മളുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമുക്കൊരിക്കലും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളതും കൂടെ നമുക്ക് കവർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 3 ഡെഫിനിഷനാണ് മെയിനായിട്ട്. നമ്മൾ എല്ലാ ബുക്കുകളും നമുക്ക് റെഫർ ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന മെയിനായിട്ട് 3 ഡെഫിനിഷൻസാണ്. അതിൽ ഒന്ന് പറയുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ AICPA, അവരാണ് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ അല്ലെങ്കിൽ AAA എന്ന് പറയുന്ന ബോഡിയാണ് വേറൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ബോർഡ്. അത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ കീഴിൽ വരുന്നതാണ്. അവർ കൊടുത്ത ഡെഫിനേഷനാണ് മൂന്നാമത്തെ ഡെഫിനേഷൻ. നമ്മൾ അധിക ബുക്കുകൾ റെഫർ ചെയ്യുമ്പോഴും നമുക്ക് ഈ 3 ഡെഫിനേഷനാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ഈ ഓരോ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ AICPA അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് which are in part at least of financial character and interpreting the result thereof. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്നത് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഡെഫിനേഷൻ കാണാപ്പാഠം പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ഡെഫിനേഷൻ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇപ്പോൾ കൊമേഴ്സിൻ്റെ +2 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവർക്കൊരു പക്ഷേ ഇത് കാണാപ്പാഠം പഠിച്ച് ഡെഫിനേഷനും കൂടെ കാണാപ്പാഠം പഠിച്ച് എക്സാമിന് എഴുതേണ്ടി വരും. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ AICPAയുടെ ഡെഫിനേഷനിൽ പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്, അത് മോണിറ്ററി വാല്യൂവിലുള്ള അല്ലെങ്കിൽ പണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും അതിന് ക്ലാസിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനകത്ത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റെൻ്റ് റെൻ്റ് എന്ന് പറയുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ഒരു സ്ഥലത്ത് ഒരേപോലെ എടുക്കുക. അങ്ങനെ ഒരേപോലെ വരുന്ന ട്രാൻസാക്ഷൻസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി മാറ്റി അത് പിന്നെ ഒരു സമ്മറി ഉണ്ടാക്കണം. ആ സമ്മറി ഉണ്ടാക്കിയിട്ട് ഇപ്പം പല എക്സ്പെൻസ് ഉണ്ടായിരിക്കാം, ഇൻകം ഉണ്ടായിരിക്കാം, അങ്ങനെ അതിനൊക്കെ നമ്മളെടുത്ത് ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. നമുക്ക് അക്കൗണ്ടിങ്ങിൽ പ്രിൻസിപ്പിൾസും ലോസും ഒക്കെ ഉണ്ട്, റൂൾസും ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ നിയമം അനുസരിച്ച് നമ്മളതിനെ സമ്മറൈസ് ചെയ്തിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതായത് നമ്മൾ വേറൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ മാറ്റിക്കൊടുക്കുക. അതാണ് ആര് പറയുന്നത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്. ഇപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതായത് സാലറി കൊടുക്കുന്നു,
പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, റെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഉണ്ടായിരിക്കാം. അതിനൊക്കെയുള്ള മോണിറ്ററി ടേംസിലുള്ളത് മാത്രം. അതല്ലാതെ ഇപ്പോൾ നമ്മളൊരു എംപ്ലോയിക്ക് ഏറ്റവും നല്ല എംപ്ലോയി എന്നൊരു അവാർഡ് കൊടുത്തു, അതൊരു ഇവൻ്റാണ്. പക്ഷേ അതെവിടെ വരുന്നില്ല? നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ വരുന്നില്ല. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ കമ്പനിയിൽ പുതിയൊരു ചെയർമാൻ അല്ലെങ്കിൽ CEO ജോയിൻ ചെയ്തു, അതൊരു ഇവൻ്റാണ്. പക്ഷേ അതിനെന്തില്ല, അതിനൊരു മോണിറ്ററി ടേംസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നും എവിടെ എടുക്കാൻ പറ്റില്ല, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ മോണിറ്ററി വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോന്നും ഇൻകർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് വേണം. അതൊക്കെ നമ്മൾ അടുത്ത വരുന്ന പ്രിൻസിപ്പിൾസിലും അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങിലും ഒക്കെ നമ്മൾ അടുത്തത് പഠിക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് അതിനെ പിന്നെ ക്ലാസിഫൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിമിലറായിട്ട് വരുന്ന കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പാക്കി മാറ്റി ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അതാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പിന്നെ അതിൽ നിന്നൊരു സമ്മറി നമ്മൾ ഉണ്ടാക്കും. ആ സമ്മറി ഇപ്പോൾ അക്കൗണ്ടിങ് ടേമിൽ പറയുകയാണെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെയാണ് നമ്മൾ സമ്മറി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് പോകുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഒരു സമ്മറി, ആ സമ്മറിയിലൂടെ നമ്മൾ എന്താണ് ശ്രമിക്കുന്നത്? എന്താണ് ഇവിടുത്തെ റിസൾട്ട്? നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ, അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആര് നൽകിയ ഡെഫിനിഷൻ? AICPA നൽകിയ ഡെഫിനിഷൻ. അടുത്തൊരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ്റെയാണ്. അവരുടെ ഡെഫിനിഷൻ പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫോർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ഡിസിഷൻസ് ബൈ യൂസേഴ്സ് ഓഫ് ദി ഇൻഫോർമേഷൻ. ഈ ഡെഫിനിഷനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരെയാണ്? അത് മാനേജ്മെൻറ്റിനെ, അല്ലേ? ആരാണോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആരാണോ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂസേഴ്സ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ആ യൂസേഴ്സിന് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സിൽ നടക്കുന്ന എക്കണോമിക് ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ മെഷർ ചെയ്ത് ഒരു ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോസസ്സായിട്ട് പറയുന്നത് ആര് പറയുന്നത്? ഈ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ പറയുന്ന ഡെഫിനിഷൻ. മൂന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ബോർഡ് ഓഫ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെയാണ്. അവരെന്താ പറയുന്നത്? ദി ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ primarily of financial nature about economic entities that is needed to be useful in making economic decision. ഇവിടെ അക്കൗണ്ടിങ്ങിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫങ്ഷൻ ആയിട്ടാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ആയിട്ടാണ്. എന്തിനാണ്? ഒരു എക്കണോമിക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ, എങ്ങനത്തെ ഫിനാൻഷ്യൽ നാച്ചറായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത് ഒരു എക്കണോമിക് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുക എന്നുള്ള ഒരു ഫങ്ഷനായിട്ടാണ് അക്കൗണ്ടിങ്ങിനെ ആര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? APB അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ബോർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ഡെഫിനിഷൻസിനെയും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഡിഫൈൻഡ് as the process of recording, classifying, summarizing, analyzing and interpreting the financial transactions and communicating the results thereof to the persons interested in such information. Accounting may be defined as the process of recording, classifying, summarizing, analyzing and interpreting the financial transactions and communicating the results thereof to the persons
ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഇൻഫോർമേഷൻ. ഈ ഡെഫിനേഷനിലൂടെ നമ്മൾ എന്താണ് ശ്രമിച്ചത്? അക്കൗണ്ടിങ്ങിനെ ഒരു പ്രോസസ്സായിട്ടാണ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്. ആ പ്രോസസ്സിനകത്ത് എന്തൊക്കെ വരും? റെക്കോർഡ് ചെയ്യൽ വരും, ക്ലാസിഫൈ ചെയ്യൽ വരും, സമ്മറൈസ് ചെയ്യൽ വരും, അനലൈസ് ചെയ്യൽ വരും, പിന്നെ എന്ത് വരും? ഇൻ്റർപ്രറ്റ് ചെയ്യൽ വരും. എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അത് പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ റിസൾട്ട് നമ്മൾ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ആരാണോ ഇതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, അതാരായിരിക്കും കിട്ടാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അല്ലേ. അപ്പോൾ ആ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് പറയുന്നത്, എൻ്റയർ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതെവിടെ തുടങ്ങും? റെക്കോർഡ് ചെയ്യുന്നതിൽ തുടങ്ങും. റെക്കോർഡ് ചെയ്തതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫൈ ചെയ്തതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. അതിന് പിന്നെ അനലൈസ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും? ആരാണോ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് അവർക്ക് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഡെഫിനിഷൻസൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഡെഫിനേഷനിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ റെക്കോർഡിങ് വരുന്നുണ്ട് അല്ലേ, ക്ലാസിഫയിങ് വരുന്നുണ്ട്, സമ്മറൈസിങ് വരുന്നുണ്ട്, അനലൈസിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻ്റർപ്രറ്റിങ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇനി ഇത് എന്താണ് ഓരോന്നും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോവാം. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾക്കറിയാം ബിസിനസ് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈവൻ്റ് ഉണ്ടായിരിക്കും. അതിന് നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ജേർണൽ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം. അതായത് ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന ട്രാൻസാക്ഷൻ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇന്ന് നടക്കുന്ന ട്രാൻസാക്ഷൻ 2 ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓർഡറിലായിരിക്കണം. ആ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? ജേർണൽ എന്ന് പറയുന്നത്. ജേർണൽ വഴിയാണ് നമ്മൾ ഇതിൻ്റെ പ്രൈമറി റെക്കോർഡിംഗ് നടക്കുന്നത്. അതിന് നമുക്ക് സബ് ജേർണൽസ് ഉണ്ടായിരിക്കാം. അതായത് ക്യാഷ് ജേർണൽ, അല്ലെങ്കിൽ പർച്ചേസ് ജേർണൽ, അതല്ലെങ്കിൽ സെയിൽസ് ജേർണൽ. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ, സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ, ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ, അങ്ങനെ ഓരോന്നും റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഓരോ ജേർണൽ നമുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ ജേർണലിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഈ സബ് ഡിവിഷൻസാണ് പറയുന്നത് എന്ത്? ക്യാഷ് ജേർണൽസ്, അതല്ലെങ്കിൽ പർച്ചേസ് ജേർണൽ, അല്ലെങ്കിൽ സെയിൽസ് ജേർണൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? സബ് ഡിവിഷൻസാണ്. ജേർണലിൻ്റെ സബ് ഡിവിഷൻസാണ്. അപ്പം സെയിൽസ് നടക്കുന്നതൊക്കെ നമ്മളെവിടെ റെക്കോർഡ് ചെയ്യും? സെയിൽസ് ജേർണലിൽ റെക്കോർഡ് ചെയ്യും. പർച്ചേസ് നടക്കുന്നതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യും? പർച്ചേസ് ജേർണലിൽ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ എവിടെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് ജേർണലിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇനി ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അതല്ലേ അക്കൗണ്ടിങ്ങിലെ ഒരു പ്രോസസ്സായിട്ട് കാണുമ്പോൾ രണ്ടാമത്തെ പ്രോസസ്സാണ് എന്ത്? ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ആ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലെഡ്ജർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഒരേപോലത്തെ ട്രാൻസാക്ഷൻസ്. ഇനി എന്താണ് ഈ ക്ലാസിഫൈ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരേപോലെ ട്രാൻസാക്ഷൻസിനെ ഒരേ സ്ഥലത്ത് കൊണ്ടുവരിക. അപ്പം വൺ നേച്ചർ അറ്റ് വൺ പ്ലേസ്. ട്രാൻസാക്ഷൻസ് ഇൻ ദി സെയിം നേച്ചർ ഓർ വൺ നേച്ചർ അറ്റ് വൺ പ്ലേസ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരേപോലത്തെ ട്രാൻസാക്ഷനെ ഒരേ സ്ഥലത്ത് കൊണ്ടുവരിക. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ നമ്മൾ സാലറി കൊടുത്തു. അപ്പോൾ സാലറി കൊടുക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഒരേ സ്ഥലത്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്കതിന് സാലറി എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ഉണ്ടായിരിക്കും. ആ സാലറിയിൽ കൊണ്ടുവരിക. അതല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസിനെ മൊത്തം ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. അങ്ങനെ ഒരേപോലത്തെ ട്രാൻസാക്ഷൻസിനെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എടുക്കാൻ നമുക്ക് പറ്റും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ടോട്ടൽ നമ്മൾ എത്ര റെൻറ്റ് കൊടുത്തു ഒരു വർഷം. അപ്പം എല്ലാ മാസവും കൊടുത്ത റെൻറ്റിനെ, അല്ലെങ്കിൽ പലപ്പോഴായി നമ്മൾ കൊടുത്ത റെൻറ്റിനെ നമ്മൾ ഒരേ സ്ഥലത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? എത്രയാണ് നമുക്ക് റെൻറ്റ് കൊടുത്തതെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും. റെൻ്റാണെങ്കിലും സാലറി ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും നമുക്കൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലേ നമുക്ക് കൂട്ടിയെടുത്ത്
പെട്ടെന്ന് അതിൻ്റെ ടോട്ടൽ പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്തിട്ട് ഒരേപോലത്തെ ട്രാൻസാക്ഷൻസിനെ ഒരേ സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് അല്ലെങ്കിൽ അടുത്ത പ്രോസസ്സാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഈ സമ്മറൈസിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാക്കി വെച്ചിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ടോട്ടൽ എടുത്തിട്ട് നമ്മളൊരു സമ്മറി ഉണ്ടാക്കണം. അതിന് നമുക്ക് ഫസ്റ്റ് ട്രയൽ ബാലൻസ് എന്ന് പേര് വിളിക്കാം, അല്ലെങ്കിൽ TB എന്ന് പറയാം. അതിനകത്ത് എന്താ നമ്മൾ ചെയ്യുക, ഒരേപോലത്തെ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിലെ നിയമപ്രകാരം, അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, നിയമപ്രകാരം നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും എടുത്തെഴുതി അതിനൊരു സമ്മറി, ഒരു ടോട്ടൽ ഉണ്ടാക്കണം അല്ലേ. ഇപ്പം റെൻറ്റ് ഇത്രയാണ്, സാലറി ഇത്രയാണ്, അഡ്വർടൈസ്മെൻറ്റ് ഇത്രയാണ്, ഇലക്ട്രിസിറ്റി ഇത്രയാണ്, സെയിൽസ് ഇത്രയാണ്, പർച്ചേസ് ഇത്രയാണ്, ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് അതിൻ്റെ ലെഡ്ജറിൻ്റെ ഒക്കെ ടോട്ടൽ എടുത്തെഴുതി കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയാം. അങ്ങനെ ആ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുക, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ച്. അപ്പോൾ സമ്മറി അല്ലെങ്കിൽ സമ്മറൈസിങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലെഡ്ജറിൽ നിന്നുള്ള ടോട്ടലൊക്കെ എടുത്ത് ആദ്യം അതിനെ ഒരു ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ത്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. അനലൈസിങ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ റീഡേഴ്സിന്, അതല്ലെങ്കിൽ ഇതിൻ്റെ യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ തയ്യാറാക്കി കൊടുക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുക, അപ്പം ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ പറയുമ്പം യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ അനലൈസിങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മെത്തോഡിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നാണ്. അതായത് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ ഒരു സിംപ്ലിഫൈഡ് ഫോമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിനൊരു മെത്തോഡിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സിമിലറായിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് നേരത്തെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ക്ലാസിഫൈങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരേപോലത്തെ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, അപ്പോഴേ അതിനൊരു മീനിങ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ്, ബാങ്ക്, നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക്, ഇതിനൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. അതേപോലെ ഓണേഴ്സിന് കൊടുക്കാനുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഓണേഴ്സ് തന്നിരിക്കുന്ന ലോണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. ഫിക്സഡ് അസറ്റ്സൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. സപ്ലയേഴ്സിന് കൊടുക്കാനുള്ളതും അങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. അപ്പോഴേ നമുക്കതൊരു മീനിങ് ഫുള്ളായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒരു പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് പറയുന്നത്, അനലൈസിങ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ, എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഫങ്ഷനായിട്ട് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് അവസാനം ചെയ്യേണ്ടത് എന്താ, നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് ഒരു കൃത്യമായ ഫോമിൽ ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ ആർക്ക് കൊടുക്കണം, നമ്മളുടെ യൂസേഴ്സിന് കൊടുക്കണം. എന്നാലേ അവർക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഫോർമാറ്റ് നമുക്കൊരു നിർബന്ധമാണ്. ഏത് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫോർമാറ്റിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. വെറുതെ കുറേ ഡാറ്റ അല്ലെങ്കിൽ വെറുതെ കുറേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് യൂസേഴ്സിന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പോലെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരമുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒന്ന്, റെക്കോർഡ് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു,
അതിനെ സമ്മറൈസ് ചെയ്യുന്നു, പിന്നെ നമ്മളതിനെ അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ യൂസേഴ്സിന് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ഒരു ഡെഫിനിഷനെ, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാവുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസിനെ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന് 2 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അതായത് 2 പാർട്ട് എന്ന് പറയുമ്പം അക്കൗണ്ടിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് തൊട്ടിട്ടാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ക്ലറിക്കൽ ജോബാണ്. ഇപ്പോൾ ആൾമോസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഷീൻസാണ്, അല്ലെങ്കിൽ ഡിവൈസസ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയാം. അതാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഈ റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും ഒക്കെ എവിടെ പോവും, ബുക്ക് കീപ്പിങ്ങിൽ ഇപ്പോൾ തീരും. പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കുറേയൊക്കെ ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളിലും ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പം നമ്മളുടെ ഈ റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും സമ്മറൈസിങ്ങും ഒക്കെ എങ്ങനെ വരണം എന്ന് ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യണം. ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുകയും അതേപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് തന്നെ അക്കൗണ്ടിങ്ങിൽ വരും. പിന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ആൾക്കാർ ചെയ്യേണ്ട പണിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവർക്ക് കുറച്ച് അനലിറ്റിക്കൽ സ്കില്ല് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അവർക്ക് മാത്രമേ അക്കൗണ്ടിങ് എന്നുള്ള നിലയിലേക്ക് വരാൻ പറ്റുള്ളൂ. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് തിരിച്ചാണ്, ഒരു ക്ലറിക്കൽ ജോബാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു കാര്യമാണ്. പക്ഷേ അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും വേണം, സ്കില്ലും വേണം. അനലിറ്റിക്കൽ സ്കില്ലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന പണിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ടു കീപ് ദി സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്, രണ്ടാമത്തെ പ്രൊട്ടക്റ്റ് ബിസിനസ് അസറ്റ്സ്, മൂന്നാമത്തെ അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്, നാലാമത്തെ അസർട്ടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്, ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് നോക്കൂ, സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് വേണം. അതല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. അതായത് പ്രോപ്പറായിട്ട് സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, ഇങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഇങ്ങനെ നമ്മൾ എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. എന്താണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റ് ബിസിനസ് അസറ്റ്സ്. നമുക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള റെക്കോർഡ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസേജ് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആരാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഉപയോഗിക്കുന്നത്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളുടെ രണ്ടാമത്തെ ലക്ഷ്യം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ലക്ഷ്യമാണ് നമുക്ക് എല്ലാവരോടും നമ്മൾ ആൻസറബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതെന്താണ്? പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നറിയാം. നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യലും ക്ലാസിഫൈയും ഒക്കെ ചെയ്ത് നമ്മൾ ഡെഫിനിഷനിൽ ആ ഫങ്ഷൻസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യും. മൂന്നാമത്തെ നമ്മളുടെ ഒബ്ജക്റ്റാണ് ടു നോ ദി ഓപ്പറേഷണൽ റിസൾട്ട് ഓഫ് ദി ബിസിനസ്. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാം.
എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണെന്ത്, ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നുള്ളത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് വേണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാം. ഇനി നാലാമത്തെ നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം. ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം വെച്ചിട്ട് നമുക്ക് ബിസിനസ്സിൽ എന്താണ് നമുക്ക് അസറ്റ് ഉള്ളത്, അതല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ലയബിലിറ്റി ഉള്ളത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ബിസിനസ് ഓവ്സ് ആൻഡ് വാട്ട് ബിസിനസ് ഓൺസ്. നമ്മൾ ആർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ അസറ്റ് നമുക്കുണ്ട് ഒരു ബിസിനസ്സിന്. ഇതറിയുക എന്നുള്ളതാണ് വേറൊരു ഒബ്ജക്റ്റീവ് നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പം അത് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും വരും. അവർക്ക് എല്ലാവർക്കും ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയണം, അല്ലേ? അത് ചിലപ്പോൾ ലാഭനഷ്ടമായിരിക്കാം, അസറ്റ് എന്താണെന്നായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു ലക്ഷ്യം. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്തായിരുന്നു, സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പ് ചെയ്യുക, ബിസിനസ്സിൻ്റെ അസറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാം, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നറിയാം, ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് പ്രധാനമായും അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നൊരു സംശയമുണ്ട്, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല. ഇത് ഗവൺമെൻറ്റിനുണ്ട് അക്കൗണ്ടിങ്, ഇപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനുണ്ട്, അതായത് NGOs, ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അക്കൗണ്ടിങ് വേണം. അവർക്കും ഇത്തരം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇനി ഇതൊന്നുമല്ല, ഒരു ഹൗസ് ഹോൾഡ് വൈഫിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് അവർക്കും അക്കൗണ്ടിങ് ആവാം. അവർക്കും ബജറ്റ് ഉണ്ടായിരിക്കാം, ഈ മാസം എത്ര രൂപ ചിലവാക്കണം, എന്തിനൊക്കെ ചിലവാക്കണം എന്നവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കാം. അത് കൃത്യമായി എഴുതി വെച്ചിട്ട് എത്രയൊക്കെയാണ് ചിലവാക്കിയത്, ഇത്തവണ എത്ര സർപ്ലസ് വന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാം, അല്ലേ? അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ പറ്റാവുന്ന എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടോ ആ ഏരിയയിലൊക്കെ, അത് ഗവൺമെൻറ്റിനാവാം, ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കാവാം, ട്രസ്റ്റുകൾക്കാവാം, ആർക്ക് വേണമെങ്കിലും അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ സംവിധാനം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നമുക്ക് സമർപ്പിക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലാംഗ്വേജാണ്. ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ 3 ഡെഫിനിഷൻ പറഞ്ഞു. ആ 3 ഡെഫിനേഷനെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നാലാമത് ഒരു ഡെഫിനേഷനും കൂടെ പറഞ്ഞു. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof ടു ദ പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഇൻഫോർമേഷൻ. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സമ്മറൈസ് ചെയ്യും. അതിനുശേഷം നമ്മളത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ അക്കൗണ്ടിങ് ഡെഫിനേഷനിലൂടെ നമ്മൾ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നായിരുന്നു. 5 ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു. കീപ്പ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്, രണ്ടാമത്തെ പ്രൊട്ടക്റ്റ് ബിസിനസ് അസറ്റ്സ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്, നാലാമത്തെ അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്, ലാസ്റ്റ് വൺ ഫെസിലിറ്റേറ്റ്
റേഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഇങ്ങനെ 5 ഫങ്ഷൻസാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഇതോടുകൂടി അക്കൗണ്ടിങ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന സീരീസിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അക്കൗണ്ടിങ് ഫോർ ബിഗിനേഴ്സ് എന്ന ഈ സീരീസിലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.